കഴിഞ്ഞ 1200 ദിവസമായി പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ എങ്ങും കേൾക്കുന്നില്ല. ഡീസൽ പെട്രോൾ വില എന്തുകൊണ്ട് 1200 ദിവസമായി തുടർച്ചയായി ഒരേ സ്കെയിലിൽ തന്നെ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സിലേക്ക് ഇതെന്തുകൊണ്ട് കുറയുന്നില്ല എന്നുള്ളൊരു ചിന്ത രൂപപ്പെടുന്നത്. അവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. അവസാനമായി ഇന്ത്യയിൽ പെട്രോൾ വില എപ്പോഴാണ് കുറഞ്ഞെന്നറിയാമോ? കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് 4 ദിവസം മുമ്പ് 2 രൂപ കുറച്ചു. എങ്ങനെയാണ് ഒരു ശരാശരി മനുഷ്യനെ ഈ പെട്രോൾ വില ബാധിക്കുക എന്നറിയാം. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറിയിൽ പച്ചക്കറി ആയിക്കോട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ആയിക്കോട്ടെ, കേരളത്തിലേക്ക് വരുന്ന ഒരു ലോറി, അതിൻ്റെ കൂലി വളരെ കൂടും. അപ്പോൾ അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട് നമ്മൾ പണിയാൻ പ്ലാൻ ചെയ്യുമ്പോൾ സിമെൻറ്റും മണലും കട്ടകളും ഒക്കെ ഇറക്കാനായിട്ട് നമ്മൾ വണ്ടിയിൽ ലോഡ് ചെയ്യുമ്പോൾ ഒഴിക്കുന്ന ഫ്യൂളിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് ഈ ചാർജ് കൂടും. പെട്രോൾ പ്രൈസ് ഒരു പരിധി വരെ ഗവൺമെൻറ്റിന് പിടിച്ചു നിർത്താൻ കഴിയും എന്നുണ്ടെങ്കിൽ 70-80 രൂപയ്ക്ക് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പെട്രോൾ പ്രൈസ് കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ ഓരോ കുടുംബത്തിനും 10% നമുക്ക് അധിക ബാധ്യത ഒഴിവാക്കാം, അധിക എക്സ്പെൻസ് ഒഴിവാക്കാൻ പറ്റും ഓരോ വീട്ടുകാർക്കും. നമ്മൾ അനുഭവിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് കിട്ടാതെ വരുമ്പോഴുള്ള ഒരു രോഷമുണ്ടല്ലോ, കൂടുന്നില്ലല്ലോ എന്നുള്ള ആ ചിന്താഗതിയിൽ പോവുകയാണ്. പക്ഷേ കുറയുന്നില്ലല്ലോ എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. 2.5 വർഷം മുമ്പ് $116 ഉണ്ടായിരുന്ന അസംസ്കൃത വസ്തുക്കൾ നമ്മൾ പുറത്തുനിന്ന് ഒരു വീപ്പയ്ക്ക് വാങ്ങുമ്പോൾ ഇപ്പോൾ വെറും 65 കിട്ടുമ്പോൾ, അതും റഷ്യയിൽ നിന്ന് വില കുറച്ച് ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ട 40% റഷ്യയിൽ നിന്ന് വളരെ വില കുറച്ച് വാങ്ങുമ്പോൾ, എന്തുകൊണ്ട് പെട്രോളിൻ്റെ വില 4 വർഷമായിട്ടും ഇങ്ങനെ തുടർച്ചയായി ഒരേ സ്കെയിലിൽ തന്നെ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, അടുത്ത ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് 4 ദിവസം കാത്തിരിക്കണോ നമ്മൾ 2 രൂപ കുറയ്ക്കാൻ? ഇന്ത്യൻ മാർക്കറ്റിൽ 70 രൂപയ്ക്ക് കിട്ടേണ്ട പെട്രോൾ 100-110 ഒക്കെ കൊടുത്ത് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്.